ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആയിരുന്നു ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫെർട്ടിലൈസേഷനും അതുപോലെ തന്നെ പോളിനേഷനും, അതായത് ബീജസങ്കലനവും അതോടൊപ്പം വരുന്ന നമ്മുടെ പരാഗണം എന്ന് പറയുന്ന വലിയൊരു ഏരിയ ഉണ്ട് അല്ലേ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. സോ മക്കൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം മാത്രമാണ് നമ്മുടെ ചെടികളിൽ അല്ലെ എന്ത് ഫോം ചെയ്യുന്നത്, ഒരു ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെന്റൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. എന്താണത്? ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റ് വിത്ത് ദ എഗ് അല്ലെ. അതായത് പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് കൂടിച്ചേരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരുടെ ഓരോരുത്തരുടെയും പൊസിഷൻ എവിടെയാണെന്നുള്ളത്. ഇപ്പൊ മെയിൽ ഗമീറ്റ് അല്ലെങ്കിൽ പുംബീജം എന്ന് പറയുന്ന സമയത്ത് അത് എവിടെയാണ് കിടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പോളൻ ഗ്രെയിൻസിനകത്ത് അല്ലെങ്കിൽ പരാഗ രേണുവിനകത്ത് വളരെ സേഫ് ആയിട്ടാണ് ആരുള്ളത്? നമ്മളുടെ പുംബീജം അഥവാ നമ്മളുടെ ആരുള്ളത്? മെയിൽ ഗമീറ്റ് ഉള്ളത്. ഇനി എഗ് എന്ന് പറയുന്നത്, അണ്ഡം എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? അത് ഓവ്യൂളിനകത്താണ് അല്ലെ. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള നമ്മുടെ ഗൈനീഷ്യം ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, ജനിപുടം ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഓരോ പാർട്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഒവ്യൂളിനും അകത്ത് കാണപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ എഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എഗ്ഗും ഇവിടെയുള്ള ഈ എഗ്ഗ് അല്ലെങ്കിൽ അണ്ഡവും നമ്മൾ നേരത്തെ പറഞ്ഞ പരാഗരേണുവിലുള്ള പോളൻ ഗ്രെയിൻസിനകത്ത് കിടക്കുന്ന മെയിൽ ഗമീറ്റും തമ്മിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടിമുട്ടേണ്ടതുണ്ട്. ഇവര് തമ്മിലുള്ള ഫ്യൂഷനെയാണ് നമ്മൾ ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിൽ കൂടിച്ചേരുന്നത്? ഇവർ തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? അതാണ്, അല്ലെങ്കിൽ അതിന്റെ ആൻസർ ആണ് നമ്മുടെ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെ. ഇവിടെ ഈ ചിത്രത്തിലേക്ക് എന്റെ മക്കളെ സൂക്ഷിച്ചു നോക്കണം. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, ഹിബിസ്കസിന്റെ പാട്ടാണ്. അപ്പൊ അവിടെ ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ തന്നെ മിസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫ്ലവറിന്റെ പാട്ടൊക്കെ കൃത്യമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് റെക്കോർഡഡ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഭാഗം നിങ്ങൾ കണ്ടിരിക്കണം. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജന്നിപുടം അല്ലെങ്കിൽ ഈ പറയുന്ന ഗൈനീഷ്യത്തിന്റെ പാർട്ടായിട്ട് നമുക്കറിയാം അല്ലെ, ഇവിടെയാണ് നമ്മുടെ പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇനി മെയിൽ പാർട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കറിയാം എന്താണ്? ആന്തർ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പരാഗി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആന്തറിന്റെ മുകളിൽ, ഈ പരാഗിയുടെ മുകളിൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ പൂമ്പൊടി എന്നൊക്കെ വിളിക്കാറുള്ള ആളാണ് ആര്? നമ്മളുടെ പരാഗരേണു അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഈ പോളൻ ഗ്രെയിൻസിന്റെ ഈ പരാഗരേണുവിന്റെ അകത്താണ് ആരുള്ളത്? മെയിൽ ഗമീറ്റ് ഉള്ളത്. ഈ സ്റ്റിഗ്മയിലൂടെ ഈ പരാഗണ സ്ഥലത്തുകൂടെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഈ പറയുന്ന നമ്മുടെ ജനിപുടത്തിന്റെ ഭാഗമാണ് ഇവരൊക്കെ. അപ്പൊ അതിനകത്ത് ഒവ്യൂളിന്റെയും അകത്തായിട്ടാണ് ആരുള്ളത്? എഗ് ഉള്ളത്. അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യണം? കൂടിച്ചേരണം. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുക. അതായത് ഇവിടെയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഗ്മയാണ് അല്ലെ, പരാഗണ സ്ഥലമാണ്. അവിടെ നമ്മുടെ പോളൻ ഗ്രെയിൻസ് എത്തണം, പരാഗരേണുക്കൾ എത്തണം വേണ്ടേ? എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്നുള്ളൂ. അത് നെക്സ്റ്റ് പ്രോസസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ മുന്നേ മസ്റ്റ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഇവര് തമ്മിൽ എന്ത് ചെയ്യുക? കണ്ടുമുട്ടുക എന്നുള്ളത് ആണല്ലോ. അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ആ ഒരു പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് പരാഗണം അഥവാ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണിത് സംഭവം? പരാഗിയിൽ നിന്ന്, അതായത് പരാഗിയിൽ നിന്ന് നമുക്കറിയാം പരാഗി അല്ലെങ്കിൽ ആന്തറിലാണ് ആരുള്ളത്? പോളൻ ഗ്രെയിൻസ് അഥവാ പരാഗരേണുക്കൾ ഉള്ളത്. അപ്പൊ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കള് എവിടെ പോയി പതിക്കണം? പരാഗണ സ്ഥലത്ത് പതിക്കണം. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരാഗണം. അപ്പൊ ഇതിന് സഹായിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്, ചുമ്മാ അങ്ങോട്ട് നടക്കുമൊന്നും അല്ല. അപ്പൊ ആ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ പരാഗണകാരികൾ എന്ന് വിളിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ എന്ത് പറയാം നമുക്ക്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. എവിടെ നിന്ന്? എവിടെയാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്? ആന്തറിലാണ് അല്ലെ. ഫ്രം ദ ആന്തർ എങ്ങോട്ടേക്ക്? ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. സോ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തോ ആവട്ടെ, അവരെ നമ്മൾ എന്ത് വിളിക്കും? പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ, പരാഗരേണുക്കളുടെ മൂവ്മെന്റ് ആണ് അല്ലെ. അവരെന്ത് ചെയ്യാണ്? അവരുള്ളത് എവിടെയാണ്? ആന്തറിലാണ്, പരാഗിയിലാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് അവരെന്ത് ചെയ്യണം? ഇതിനകത്തെ
ഇതിനകത്തേക്ക് അല്ലെ, ഇവിടെ നിന്ന് ഇതിനകത്തേക്ക്, ഇതിപ്പോ രണ്ടും ഒരു പൂവിലായതുകൊണ്ട് നമുക്ക് പറയാം അവിടെ നിന്ന് അതിനകത്തേക്ക് പോകുന്ന ഏകദേശമാണ് നമ്മൾ പറയുന്നത് അല്ലെ. വേണമെങ്കിൽ രണ്ട് പൂക്കൾക്കിടയിലൊക്കെ ഇത് നടക്കാം അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ സംഭവിക്കുന്നത്, ഈ പോളൻ ഗ്രെയിൻസ്, ഈ പരാഗരേണുക്കൾ എവിടെ എത്തണം, സ്റ്റിഗ്മയിൽ എത്തണം അല്ലെ, പരാഗണ സ്ഥലത്ത് എത്തണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പരാഗണം അഥവാ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആരാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, ആരാണ് ഇപ്പൊ ഇതിന് സഹായിക്കുന്ന ആൾക്കാർ? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം പൂക്കളിൽ തേൻ കുടിക്കാനായിട്ട് ഒരുപാട് ജീവികൾ വരാറുണ്ട് അല്ലെ. കുഞ്ഞു കുഞ്ഞു എന്താണ് ബട്ടർഫ്ലൈസ് മുതൽ തേനീച്ച മുതൽ അല്ലെങ്കിൽ വലിയ പക്ഷികൾ വരെ വരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവരൊക്കെ ചുമ്മാ വന്ന് തേൻ കുടിച്ച് പോവാണോ ചെയ്യുന്നത്? അല്ല, ഇവര് തേൻ കുടിച്ച് പോകുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവരറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പരാഗണത്തിന് അല്ലെങ്കിൽ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരെന്ത് ചെയ്യുന്നു, ഇവര് തേൻ കുടിക്കാനിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പൂമ്പൊടി എന്ന് നമ്മൾ പറയുന്നില്ലേടാ, അതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് അല്ലെ, പരാഗരേണുക്കള്. അതും എടുത്തോണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മറ്റ് ചെടിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പൂവിലേക്കോ ഒക്കെ പോകുന്നത്. അതുവഴി അതിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്, പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം. ഇനി ഇവര് മാത്രമാണോ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. കാറ്റത്ത് പറന്നു പോയിക്കൂടെ? അപ്പൊ കാറ്റ് എന്താണ്, ഒരു പരാഗണകാരിയാണ് അല്ലെ, പോളിനേറ്റിംഗ് ഏജന്റ് ആണ്. വാട്ടർ ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പൊ ഇത് ഏതൊക്കെ ചെടികളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമുക്കറിയാം ഈ പറയുന്ന ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിട്ട് എല്ലാത്തിലും ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താണ് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഓർത്തു വെക്കുക, വാട്ടറും വിൻഡും കാറ്റും ജലവും എന്താണ്, പോളിനേറ്റിംഗ് ഏജന്റ് ആണ് അല്ലെ, പരാഗണകാരികളാണ്. അപ്പൊ ഈ പറയുന്ന നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് അല്ലെ, പാഡി, വീറ്റ്, മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ, ഇതിനകത്തൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് വിൻഡ് ആണ് അല്ലെങ്കിൽ കാറ്റു വഴിയാണെന്ന് ഓർത്തു വയ്ക്കുക. കാരണം വെയിറ്റ് ഒക്കെ കുറഞ്ഞ ആളുകളാകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഭാരം കുറഞ്ഞ ഈ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കളൊക്കെ ഇങ്ങനെ പറന്നു പോയിക്കോളും അല്ലെ. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ മഞ്ഞുതുള്ളി, ഡ്യൂ ഡ്രോപ്സ് നിങ്ങൾ ആലോചിക്കുക, അത് ആരാണ്, വാട്ടർ ആണല്ലോ അല്ലെ. അപ്പൊ അത് എന്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ കുരുമുളക് ചെടിയിൽ അല്ലെങ്കിൽ പെപ്പർ പ്ലാന്റിൽ ആരാണ് പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അതായത് ടെക്സ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ എന്താണ് സെയിം ആയിരുന്നല്ലോ. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പെപ്പർ പ്ലാന്റിന്റെ കാര്യമൊക്കെ. അപ്പൊ ഒന്ന് ഓർത്തു വയ്ക്കുക, കുരുമുളക് ചെടിയിൽ ആരാണ് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂ ഡ്രോപ്സ് അല്ലെ, മഞ്ഞുതുള്ളിയാണ് ആരായിട്ട് വരുന്നത്, നമ്മുടെ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ട്രാൻസ്ഫർ ആണ് ആരുടെ, പോളൻ ഗ്രെയിൻസിന്റെ. എവിടെ നിന്ന്, അവർ ആന്തറിലാണ് ഉള്ളത്, അവിടുന്ന് സ്റ്റിഗ്മയിലേക്ക് പോകണം അല്ലെ. പരാഗണ എന്താണ്, നമ്മുടെ പരാഗിയിൽ നിന്ന് പരാഗ രേണുക്കളാണ് അല്ലെ, അവരെങ്ങോട്ടേക്ക് പോവണം, അവർ നമ്മുടെ പരാഗണ സ്ഥലത്തേക്ക് പോവണം. അത്രയേ ഉള്ളൂ നമ്മുടെ പോളിനേഷൻ അഥവാ പരാഗണം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ സമയക്കുറവാണ് അല്ലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിൽ പറയുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ വരണം. അപ്പൊ ഇവിടെ ഇതാ നമ്മുടെ വിദ്യാരംഭം ഓഫർ ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ താഴെ കൂടെ ഒരു നമ്പർ പോകുന്നില്ലേ, ആ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വജ്ര ബാച്ചിൽ സെറ്റ് ആക്കണം. സോ നമുക്ക് കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.